ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. నువ్వేమైనా చేసుకో కానీ ఏమీ జరగదు. എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. నువ్వేమైనా చేసుకో కానీ ఏమీ జరగదు. പക്ഷേ ടൈം ചേഞ്ച്, തിങ്സ് ചേഞ്ച്. സോ ലെറ്റ്സ് നോട്ട് ബ്ലെയിം, ലെറ്റ്സ് ബി പോസിറ്റീവ്. ഇയാൾ എന്തൊക്കെയോ പറയുന്നു. ഒരു വീഡിയോക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷം റീച്ച് വളരെ 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 കുറവാണ്. പക്ഷേ ഉള്ളതുകൊണ്ട് കുരുത്തോള പെരുന്നാൾ പോലെ എന്നൊക്കെയാണല്ലോ. നമുക്ക് നമ്മുടെ വഴികളിലേക്ക് വരാം. അതായത് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴാണ് ദർശൻ സാറിന് കേരളത്തിൽ ഇത്രയധികം ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫാൻസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ ഞാൻ വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ നാട്ടിലൊരു മോള് തുറക്കലും പടക്കം പൊട്ടിക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നുണ്ട് ക്രിസ്മസിന് ഇത് പറ്റിയില്ല. അപ്പോൾ ക്രിസ്മസിന് ശേഷമുള്ളൊരു ഗിഫ്റ്റായിട്ട് ഇതിനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ചലഞ്ചിങ് സ്റ്റാർ പണ്ട് സിംഗം സിനിമയുടെ റൈറ്റ്സ് കിട്ടാത്തതിൻ്റെ കലിപ്പിൽ. അപ്പോൾ സൂര്യയുടെ സിംഗം റിലീസായിട്ട് ചലഞ്ചിങ് സ്റ്റാറിന് അതിൻ്റെ റൈറ്റ്സ് കിട്ടിയില്ല. പകരം അത് അദ്ദേഹത്തിൻ്റെ ജന്മസുഹൃത്തും ബദ്ധശത്രുവായ അഭിനയ ചക്രവർത്തി സുദീപ് ചെയ്തു. അപ്പോൾ ചലഞ്ചിങ് സ്റ്റാർ ടെൻഷനായി. ആ സമയത്താണ് മാർട്ടിൻ ഡയറക്ട് ചെയ്ത AP അർജുൻ സാറിനെ കണ്ടുമുട്ടുന്നത്. നമുക്ക് എന്തിനാ സാറേ സിംഗം, നമുക്കൊരു അപരാധം അങ്ങോട്ട് പടച്ചുവിടാമെന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു. കാര്യം ഇവർ ഉദ്ദേശിച്ച സിംഗം ആയതുകൊണ്ട് അതേപോലെ തന്നെ പണ്ടാരമണി കിടക്കുന്ന ഒരു നാട്, പുറകെ നടന്ന് പ്രേമിക്കുന്ന ഒരു നായിക, പിന്നെ അങ്ങോട്ട് ചെന്ന് ചെറിയുന്ന ഒരു പ്രകാശരാജ്, പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ 1-2 സീനൊക്കെ. എന്തിന്? ഒരു കാര്യമില്ല. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററും, ശ്രദ്ധിച്ച് കേൾക്കുക, ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററും കർണാടകയുടെ മുഖ്യമന്ത്രിയും കൂടെ ഒരു വീട്ടിലോട്ട് കയറി ചെന്നിട്ട് നിങ്ങളുടെ മകനെ പോലീസിലെടുത്തിരിക്കുന്നു എന്ന് ആ വീട്ടിലുള്ളവരെ അറിയിക്കുന്നു. അപ്പോൾ പൊതുവേ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വരുന്നൊരു റിയാക്ഷൻ ഉണ്ടല്ലോ. പക്ഷേ ഈ അപ്പച്ചനും അമ്മച്ചിക്ക് ആ ഓഫർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താ, അപ്പച്ചൻ വാസ് ലൈക്ക്, വേറെ നിവൃത്തിയില്ലാതെ ഇവർ പറഞ്ഞ ഓഫറിനൊക്കെ കൈ കൊടുത്ത് ഈ ഹോം മിനിസ്റ്ററും മുഖ്യമന്ത്രിയും മടങ്ങുന്നു. അപ്പം നമുക്ക് തന്നെ ഒരു സംശയം, ഹോം മിനിസ്റ്റർ വരെ ഹോമിലേക്ക് കൊണ്ടുവന്ന് ഒരുത്തൻ ആരാണവൻ? അപ്പോൾ ഇതേ ഡൗട്ട് അവിടെ കണ്ടു നിൽക്കുന്ന ഒരു പെങ്കൊച്ചിനുണ്ടാവും. അവൾ അടുത്ത് നിൽക്കുന്ന ഒരു മ്യാമനോട് ചോദിക്കും, സാർ എല്ലാവരും ഈ അപരാധ ബേക്കു എന്ന് പറയുന്നുണ്ടല്ലോ സാർ, ആരാണ് സാർ ഈ അപരാധ? അപ്പോൾ ആ മ്യൂപ്പൻ പറയും, ആ മാമൻ പറയും, ജനങ്ങളുടെ സേവകൻ. പോലീസ് എന്ന പദത്തിന് അർത്ഥം ആജാനബാഹു. കേട്ടറിഞ്ഞാലൊന്നും മനസ്സിലാവില്ല, ആ പ്രതിഭാസത്തിനെ കണ്ടു തന്നെ മനസ്സിലാക്കണം. അപ്പോഴതാ പറന്നു വരുന്നു നമ്മുടെ നായകൻ. പറന്നു വരൽ പിന്നെ അണ്ണൻ്റെ മെയിൻ പരിപാടിയാണല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, മ്യൂപ്പം മാമൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പുള്ളിയുടെ പവർ കണ്ടു തന്നെ അറിയണം. കാറുകൾ പൊളിക്കുന്നത് എന്നും അപ്പോൾ ഐരാവത് വന്ന ഉടനെ തന്നെ നാട്ടിലെ ഡോക്ടർ, പ്ലംബർ, കണ്ടക്ടർ, കോമ്പൗണ്ടർ, വണ്ടിക്കച്ചവടക്കാരൻ തൊട്ട് പിച്ചെടുത്ത് ജീവിക്കുന്നതിന് വരെ വിളിച്ചങ്ങ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് അക്കം പക്കത്തുള്ള സ്റ്റേഷനിലോട്ടൊക്കെ അങ്ങോട്ട് ഇടിച്ച് കയറി ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു. പിന്നെ ഇത്രയും സത്യസന്ധനും ധീരനുമായ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഐതിഹ്യങ്ങൾ നാട് നീളെ പരക്കുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിനൊക്കെ ലീവ് കൊടുത്തിട്ട് അസംബ്ലിയുടെ കർട്ടനും വലിച്ചിട്ടിട്ട് ഐരാവത് തന്നെ സ്വയം നിയമങ്ങൾ പാസ്സാക്കി അങ്ങ് നടപ്പിലാക്കാനും തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കഥയിൽ ഒരു പോയിന്റ് ആകുമ്പോൾ വില്ലൻ വരണമല്ലോ. സോ ഇറ്റ്സ് ടൈം ഫോർ ദ വില്ലൻ. സിംഗത്തിലും മയിൽ വാഹനമാണെങ്കിൽ ഇതിനകത്ത് പരുന്ത് വാഹനമാണ്. പരുന്ത് വാഹനത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷി പരുന്താണ്. അതേ വെള്ളയും കോസ്റ്റ്യൂം വിത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇൻ എവറിത്തിങ് ഫ്രം വെള്ളമടി ടു പെൺവടി. എല്ലാ വലിയ വില്ലന്മാർക്കും ഒരു പഞ്ച് ഡയലോഗ് ആണല്ലോ, സംതിങ് ലൈക്ക് ഇതേപോലെ പരുന്ത് വാഹനത്തിൻ്റെ പഞ്ച് ഡയലോഗാണ്, എന്നോട് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നവൻ ജീവിക്കും, വയലൻ്റ് ആയിട്ട് നിൽക്കുന്നവൻ പരുന്തിന് ഭക്ഷണമാകും. നട്ടുച്ച വെയിലത്ത് മൊട്ടമാടിയിൽ നിന്ന് ഇറച്ചി കഷ്ണം ആകാശത്തോട്ട് വലിച്ചെറിയലാണ് പരുന്ത് വാഹനത്തിൻ്റെ ഇഷ്ട വിനോദം. അപ്പോൾ ഇത് കാണുമ്പോൾ ആർക്കായാലും സംശയം തോന്നും, ഈ കൊട്ട ചുമ്മാ അവിടെ വെച്ചാൽ തന്നെ പരുന്ത് വന്ന് ഈ ഇറച്ചി കഷ്ണം കുത്തിക്കൊണ്ട് പോകുമല്ലോ, പിന്നെ ഇങ്ങനെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? ആക്ച്വലി ഈ എറിയുന്ന കഷ്ണമൊക്കെ താഴോട്ട് തന്നെയാണ് വന്ന് വീഴുന്നത്. പക്ഷേ അണ്ണൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്, ചില കാര്യങ്ങളൊക്കെ അങ്ങ് ചുമ്മാ നടന്നു പോകും. പക്ഷെ പറ്റില്ല, അണ്ണൻ അതിൻ്റെ ഇടയ്ക്ക് ചെന്ന് തലയിട്ട് ഊക്ക് മേടിക്കാതെ ഒരു സുഖവും കാണില്ല. അതിനിപ്പോൾ അച്ചി വീടെന്നോ പള്ളിപ്പറമ്പെന്നോ പോലീസ് സ്റ്റേഷനെന്നോ അങ്ങനെ ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും അങ്ങോട്ട് കയറി ചെന്ന് ഊക്ക് മേടിച്ചോളൂ. പിന്നെ കുറ്റം പറഞ്ഞുകൂടാ, ഐരാവത് അതിന് ബേഷായിട്ട് തിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ണൻ ഇറച്ചി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹഗുണ്ട വന്ന് അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, പുതിയൊരു അവതാരം ഇറങ്ങിയിട്ടുണ്ടെന്നും അവൻ്റെ പേര് ഐരാവത എന്നാണെന്നും അവൻ്റെ അപരാധങ്ങളൊന്നും സഹിക്കാൻ വയ്യ. കേട്ട പാതി കേൾക്കാത്ത പാതി നമുക്ക് അവനെ അങ്ങോട്ട് കണ്ടുപോയി മാലയിടാമെന്ന് പരുന്ത് വാഹനം. അങ്ങനെ പെണ്ണ് കാണാൻ പോകുന്ന പോലെ മാലയും കൊട്ടയൊക്കെ റെഡിയാക്കി, ഇനി അണ്ണനെ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസർ ഗാന്ധി ജയന്തി അല്ലാത്തൊരു ദിവസം ഡ്യൂട്ടി ടൈം ഒരു 10-10:30 മണിക്ക് ഈ എവിടെ കാണും? അതെ, ജിമ്മിൽ. അങ്ങനെ അണ്ണനെ കാണാനായിട്ട് പരുന്ത് വാഹനം നേരെ ജിമ്മിലോട്ട് കയറി ചെല്ലും. പറ്റൂല, മറ്റേ ആകാശത്തോട്ട് ഇറച്ചി വാരി എറിയണ പോലത്തെ എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ. പക്ഷേ എന്തായാലും ഡീല് സംസാരിക്കാൻ വന്നിട്ട് അണ്ണനെ കണ്ടതും പരുന്ത് വാഹനം വന്ന കാര്യം മറക്കും. പരുന്ത് വാഹനം ചോദിക്കും, ബോഡി കൊള്ളാം, ഒറിജിനലാണോ? ഇത് കേൾക്കാൻ നിന്ന പോലെ ഐരാവത പറയും, ദൂരെ നിന്ന് നോക്കിയാൽ ഫേക്ക് ആണെന്ന് തോന്നും, പക്ഷേ അടുത്ത് വന്ന് നോക്കിയാൽ മനസ്സിലാവും 101% ഒറിജിനലാണെന്ന്. ഡേയ് ഒരു 2 ഇഞ്ചും കൂടെ മാറിക്കഴിഞ്ഞാൽ തൻ്റെ ഡമ്പൽ അവൻ്റെ താടിക്ക് തട്ടും. ഇതിൻ്റെ അടുത്ത് എങ്ങോട്ട് വരാനാണ്? എന്നിട്ടും അയാൾ ചോദിച്ചു. അപ്പോൾ ചലഞ്ചിങ് സ്റ്റാർ സ്വന്തം നിലയും വിലയും അളക്കേണ്ട സമയമായി. എന്തായാലും പരുന്ത് വാഹനം കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞ് മാല എടുത്തങ്ങ് കഴുത്തിലോട്ട് വിട്ട് ഓറഞ്ച് സബർ ജില്ലയൊക്കെ എടുത്തങ്ങ് കയ്യിലോട്ടും കൊടുക്കും. ചലഞ്ചിങ് സ്റ്റാർ ആരാ മോൻ? ആ കൊട്ട അതുപോലെ എടുത്ത് ട്രെയിനർക്ക് കൊടുത്തിട്ട് പറയും, കൊണ്ടുപോയി ഫ്രൂട്ട് ജ്യൂസ് അടിച്ചോണ്ടിരാൻ. ഇത്രയൊക്കെ നാണം കെടുത്തിയിട്ടും പരുന്ത് വാഹനം പോകാൻ നേരത്തെ എന്താ പറഞ്ഞെന്നറിയോ?
ലവ് യു ചിന്ന. ഹൗ സാഡ്. അപ്പോൾ പണ്ടാരടങ്ങിയ നാടായി അങ്ങോട്ട് ചെന്ന് ചൊറിയുന്ന പ്രകാശ് രാജുവായി. ഇനി വേണ്ടത് പുറകെ നടന്ന് പ്രേമിക്കുന്ന ഒരു നായിക. അപ്പോൾ ചലഞ്ചിങ് സ്റ്റാറിന് കുതിരകളോടുള്ള സ്നേഹം നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കണ്ടതാണല്ലോ. അതിനകത്ത് കുതിരയെ ഓടിപ്പിടിക്കുന്ന അണ്ണനാണെങ്കിൽ ഇതിനകത്ത് കുതിരകൾക്ക് അണ്ണനെ ഓടിപ്പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത്രയും കഴിവുള്ള ആളാണെങ്കിൽ ഇവനെ ഒളിമ്പിക്സിൽ വിട്ട് ആ കാശിന് കഞ്ഞി കുടിക്കാന്ന് വെച്ചായിരിക്കും എഞ്ചിനീയർ വസുമതിക്ക് അണ്ണനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. അണ്ണൻ പോലീസാണെന്ന് അറിഞ്ഞപ്പോൾ വസുമതി നേരെ സ്റ്റേഷനിലോട്ട് കയറി ചെന്ന് പ്രപ്പോസ് ചെയ്യും. അത് മറ്റേ ലിസ്റ്റൊക്കെ എടുത്തിട്ടാണ്. എൻ്റെ കണ്ണും മൂക്കും മൗത്തും പെർഫെക്റ്റ് ആണ്, ഫിഗർ ടോപ്പാണ്, ഹൈറ്റ് മാച്ച് ആണ് എന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അണ്ണൻ പറയും അണ്ണന് പെണ്ണുങ്ങളോടാണ് താല്പര്യം. അതെന്നാ ടോക്കാണ്. എന്നിട്ട് വേണം പറയും നീ പോയി പെണ്ണുങ്ങളെ പോയി സാരി ഉടുത്തോണ്ടൊക്കെ വരാൻ. അവൾ ഒരു ഉളുപ്പില്ല അടുത്ത ദിവസം സാരി ഉടുത്തോണ്ട് വന്ന് നിൽക്കും. അപ്പോൾ അണ്ണൻ പറയും എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടി നീ അല്ലെന്ന്. ആൻഡ് വസുമതി വാസ് ലൈക്ക് ഡിഡ് യു സേ സ്വപ്നം, സേ നോ മോർ. അയ്യോ. പിന്നൊരു പാട്ട്. തൊട്ടടുത്ത സീനിൽ നാട്ടിലെ സകല പോലീസുകാരെയും കൂടെ ഒരു പരേഡ് ഗ്രൗണ്ടിൽ പിടിച്ചു നിർത്തി പരിഹരിക്കാത്ത കേസുകൾ പറഞ്ഞ് പറഞ്ഞു അങ്ങ് തല്ലുകയാണ്. അവന്മാർ നിന്നങ്ങ് മേടിക്കുക. ആ നാട്ടിലൊരു DCPയോ ഒരു കമ്മീഷണറോ ഒരു മന്ത്രിയോ ആരുമില്ല. എല്ലാം ഞമ്മൻ്റെ ഐരാവത തന്നെ. പിന്നെ അവസാനം ഈ 10-90 പോലീസുകാർക്ക് നടപ്പാക്കാനോ തീർപ്പാക്കാനോ പറ്റാത്ത കേസുകളെല്ലാം കൂടെ അണ്ണൻ ഒറ്റയ്ക്ക് അങ്ങ് തീർപ്പാക്കും. പടം തുടങ്ങിയപ്പോൾ തൊട്ട് ഇത് തന്നെയാണെന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം തോന്നുന്നു ആരെങ്കിലും ഒന്ന് ഇവനെ ഒന്ന് എതിർത്തൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഉടനെ കമ്മീഷണർ വരും. കമ്മീഷണർ അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് വിളിച്ചിട്ട് ഐരാവതയെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചീത്ത. പക്ഷെ ഐരാവത വാസ് ലൈക്ക് കാരണം ചോദിച്ചപ്പോഴാണ് UPSC എക്സാം പോലും കന്നഡയിൽ എഴുതിയ അവന് ഇംഗ്ലീഷ് ഗൊത്തില്ലെന്ന്. പിന്നെ അങ്ങോട്ട് മാതൃഭാഷ മാതാവിനെ പോലെയാണ് മോഡൽ കുറേ ഡയലോഗുകൾ. അങ്ങേരോട് ചോദിക്കാതെ ചെയ്ത പിറപ്പുകേടുകൾക്ക് ചീത്ത വിളിക്കാൻ വിളിച്ചപ്പോഴത്തേക്കും മാതൃഭാഷയിൽ കയറി അങ്ങ് പിടിച്ചു. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? കാരണം പറഞ്ഞവൻ തന്തയ്ക്ക് പറകാത്തനായി പോത്തില്ലയോ. അപ്പോൾ എന്തായാലും പടം കുറേ പുരോഗമിച്ചല്ലോ. ഇനിയെങ്കിലും മെയിൻ കഥയിലേക്ക് വരണമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇൻ്റർവെൽ ഒരു 1 ട്വിസ്റ്റാണ് നടക്കുന്നത്. 1 എന്ന് പറഞ്ഞാൽ 1 ട്വിസ്റ്റ്. അത് കേട്ടാൽ നിങ്ങളെല്ലാവരും ഞെട്ടും. അതായത് ഐരാവത ഒരു പോലീസുകാരനല്ലേ, അവൻ ഒരു വ്യാജൻ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു ഞെട്ടലും വിഷമമൊന്നും ഇല്ലല്ലോ അളിയാ. അല്ലെങ്കിലും നന്മ ചെയ്യുന്നവർക്കൊക്കെ അവസാനം ഇതേ വരും. ഇത്രയും സ്ലോ മോഷനിൽ പറയാ അമൽ നീരദിന്റെ സിനിമയോ? അപ്പൊ അണ്ണൻ എന്തായാലും ചീറ്റിംഗ് 420 എന്നൊക്കെ പറഞ്ഞ വകുപ്പിലൊക്കെ അറസ്റ്റ് ആയല്ലോ. അപ്പോൾ ഇങ്ങനെ അറസ്റ്റ് ആയി കഴിയുമ്പോൾ പിന്നെ നടക്കുന്നത് കോടതി കേസ് 1 lakh എല്ലാം കൂടെ ആണ്. അപ്പോൾ കോടതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം കാണും. അതായത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു കെട്ടിടം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറേ വക്കീലന്മാർ, ഒരു ക്യാൻറ്റീന്, അതിലൊന്നും രസമില്ല. ഒരു വലിയ ഗ്രൗണ്ട്, അവിടെ പൊട്ട വെയിലത്ത് കോടതിയുടെ സെറ്റ്, അവിടെ അണ്ണം വരുന്നു കാണാൻ ചുറ്റും 10,000 ആൾക്കാർ. ഇവിടെ 3 ജഡ്ജിമാർ വന്നിരുന്ന് അണ്ണൻ്റെ കേസിൻ്റെ ട്രയൽ നടത്തുന്നു. 3 ജഡ്ജിമാർ, സുപ്രീം കോടതി പോലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അവിടെ വെച്ച് അണ്ണൻ്റെ ഫ്ലാഷ് ബാക്ക് പറയും. പൊതുവേ ഇങ്ങനത്തെ സിനിമകളിലൊക്കെ അറിയാമല്ലോ, ഫ്ലാഷ് ബാക്കിൽ എൻ്റെ കുടുംബത്തെ കൊന്നു, അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ റേപ്പ് ചെയ്തു, എൻ്റെ ഭാര്യയെ കൊന്നു, ഇതൊക്കെ ആയിരിക്കും. ഇതിൽ വ്യത്യസ്തമല്ല, പക്ഷേ ഇതിലൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ അണ്ണനൊരു കർഷകനാണ്, അണ്ണൻ്റെ പെങ്ങളെ ഒരാൾ റേപ്പ് ചെയ്യും. അപ്പോൾ അത് പോലീസ് മര്യാദയ്ക്ക് അന്വേഷിക്കില്ല. ഇതിൻ്റെ ദണ്ണത്തിൽ അണ്ണൻ്റെ പെങ്ങൾ പോയി ആത്മഹത്യ ചെയ്യും. ഇത് ചോദിക്കാനായിട്ട് അണ്ണൻ്റെ ഫ്രണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ ഇൻസ്പെക്ടറെ വെടിവെക്കും. ഈ വെടിവെച്ചത് കണ്ടിട്ട് വേറൊരു പോലീസുകാരൻ അണ്ണൻ്റെ ഫ്രണ്ടിനെ വെടിവെക്കും. പക്ഷേ അണ്ണൻ്റെ ഫ്രണ്ട് ആ ഇൻസ്പെക്ടറെയും വെടിവെക്കും. ഇത് സഹിക്കാൻ വയ്യാതെ അണ്ണൻ വ്യാജ പോലീസാവും. എന്തായാലും ഈ കഥ കേട്ട് കഴിയുമ്പോൾ നാട്ടുകാരും കോടതിയും വക്കീലന്മാരും എല്ലാവരും ഇമോഷണലാവും. കോടതി അണ്ണനെ വെറുതെ വിടും ഗൈസ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അങ്ങനെ കേസായി കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അണ്ണൻ ഞാനില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വീണ്ടും കാളയെടുത്തുകൊണ്ട് നില ഒഴാനായിട്ട് ഇറങ്ങും. പക്ഷേ അതേസമയം പരുന്ത് വാഹനം നാട് നീള അക്രമങ്ങൾ അയച്ചു വിടും. അപ്പോൾ പിന്നെ ഐരാവത വന്നേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാവും. പൊതുവേ ഈ ഫോർജറി കേസിലൊക്കെ പെടുന്നവർക്ക് റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കിട്ടാൻ വരെ വലിയ പാടായിരിക്കും. പക്ഷേ ഇതിനകത്ത് അണ്ണനെ പോലീസ് അവൻ പ്രസിഡന്റ് നേരിട്ട് അങ്ങ് ശുപാർശ ചെയ്യും. അങ്ങനെ ഒരു IPS എക്സാം നടത്തും. എന്നിട്ട് ഒരുമാതിരി മറ്റേ കോളേജ് ഇലക്ഷൻ്റെ ഒക്കെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പോലെ എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ IPS ആയെന്നും അങ്ങ് ഡിക്ലെയർ ചെയ്യും. എന്നിട്ട് ഉടനെ തന്നെ പോസ്റ്റിങ്ങും. പക്ഷേ ഐരാവത ജോയിൻ ചെയ്തില്ല. കാരണം പുള്ളിയുടെ സാലറി പാക്കേജും പേർക്സും ഒന്നും അത്ര ബോധിച്ചില്ല. അപ്പോൾ ഇത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താനാണ് ഹോം മിനിസ്റ്റർ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഹോമിലോട്ട് വന്നത്. അങ്ങനെ സാലറി പാക്കേജ് ഒക്കെ കണ്ട് ബോധിച്ച് കഴിഞ്ഞപ്പോൾ അണ്ണൻ വീണ്ടും സർവീസിലോട്ട് കയറി കഴിയുമ്പോൾ തൊട്ട് പിന്നെ അങ്ങോട്ട് ക്രൈസി ഗോപാലൻ വൈബാണ്. വേഷം മാറിയുള്ള അന്വേഷണം. ഏത് പെട്രോൾ പമ്പിലാണ് കുറച്ച് പെട്രോൾ കൊടുക്കുന്നതെന്ന് അറിയാനായിട്ട് മീശയും പഠിച്ചൊരു ഓട്ടോക്കാരനായ ഹാജിയാരായിട്ടൊരു പോക്ക്. പിന്നെ തൂക്കത്തിൽ കൃത്രിമം കാണിക്കുന്ന അരിക്കച്ചവടക്കാരനെ പൊക്കാനായിട്ട് വെപ്പ് മീശയും വെച്ചൊരു പോക്ക്. ആ മീശ പറിക്കുമ്പോൾ അങ്ങേറൊരു ഞെട്ടലുണ്ട് നമുക്ക്. പക്ഷെ അത് കാണുമ്പോൾ തോന്നുന്നത് ഞാൻ ബാബുവല്ല, CID ഓഫീസർ KK നായർ.
ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിൽ സാമ്പാറിലിടാൻ കൊള്ളാവുന്ന പരിപ്പില്ലാത്തത് തൊട്ട് പമ്പയാറ്റിൽ വേസ്റ്റ് ഇടുന്നവരെ എല്ലാം ചെയ്യുന്ന പരിദ്വാഹനമാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നാട്ടിലെ സകല പ്ലാച്ചിമൂട് ഇടപാടും ചെയ്യുന്നത് താനാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മിനിമം ബോധമുള്ളവൻ എന്ത് ചെയ്യും? പാത്തുക്കളാന്ന് പറഞ്ഞിട്ട് വായി മൂടി ചുമ്മാതിരിക്കും. പക്ഷെ പരിന്ത് ഡിഫറെൻറ്റ്. അങ്ങേര് എന്താ ചെയ്യുന്നത് അറിയും? അങ്ങേര് നാട്ടിലെ ഒരു 10-20 പെണ്ണുങ്ങളെയും വസുമതിയും കൂടെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവരെല്ലാവരും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അണിയിച്ച് നിർത്തി അണ്ണം ഫ്രണ്ടിൽ നിന്നങ്ങ് വെല്ലുവിളിയാണ്. എന്നിട്ട് അത് ടേപ്പ് ചെയ്ത് നേരെ കമ്മീഷണർ ഓഫീസിലോട്ട് അയച്ചു കൊടുക്കും. എപ്പടി? അപ്പോൾ എന്തായാലും ചലഞ്ചസ് കിട്ടിക്കഴിഞ്ഞാൽ ചലഞ്ചിങ് സ്റ്റാർ അത് വെറുതെ വിടും. ചലഞ്ചിങ് സ്റ്റാർ ചലഞ്ച് ഏറ്റെടുക്കുന്നു, അണ്ണൻ നേരെ ചെല്ലുന്നു, പെണ്ണുങ്ങളെ രക്ഷിക്കുന്നു, പരുന്നിൻ്റെ ചിറകരിയുന്നു. ജീവിതകാലം മുഴുവൻ ഇറച്ചി കഷ്ണം എറിഞ്ഞ് ജീവിച്ച മനുഷ്യന് ചെതയിൽ വെച്ച് കത്തിക്കാൻ പോലും ഒരു പീസ് ഇറച്ചി ബാക്കി വെച്ചില്ലല്ലോടാ സാമദ്രോഹി. അങ്ങനെ ജീവിതം മുഴുവൻ വേണ്ടാത്ത കാര്യത്തിലൊക്കെ തലയിട്ട് ജീവിതം തൊലച്ച പരുന്ത് വാഹനത്തിന് ഈ വീഡിയോ സമർപ്പണം. പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ ഒരു തമാശ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവൻ കേന്ദ്ര സർക്കാരിനെ പറ്റിച്ചു, സംസ്ഥാന സർക്കാരിനെയും പോലീസ് ഫോഴ്സിനെയും വലിപ്പിച്ചു, കുറേ പേരെ തല്ലി, കുറേ പേരെ ചീത്ത പറഞ്ഞു, വില്ലന്മാരെ കൊന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവനെ പിടിച്ച് ജയിലിൽ ഇടാമെന്നോ അങ്ങനെ വല്ലതായിരിക്കും. കേന്ദ്ര സർക്കാർ തീരുമാനിക്കും എല്ലാ വർഷവും വളരെ ധൈര്യശാലിയും കറേജിയസുമായിട്ടുള്ള കുഴപ്പമില്ല, വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരു പോലീസുകാരന് ഐരാവത എന്നൊരു അവാർഡ് കൊടുക്കും, ഈ ഭാരത് രത്ന, വീരചക്രയൊക്കെ പോലെ. എന്നിട്ട് അതേ വേദിയിൽ വെച്ച് തന്നെ ഇയാൾക്കൊരു മെഡലും കൊടുത്ത് ഇങ്ങനെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടും അങ്ങ് പ്രൊമോട്ട് ചെയ്യും. എപ്പടി? അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഐരാവത അണ്ണൻ ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കും. എല്ലാ സർക്കാർ ഓഫീസേഴ്സിനും, അതായത് തൂപ്പുകാരൻ തൊട്ട് അങ്ങ് കൊമ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വരെ ഫ്രീ ആയിട്ട് അവരുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഡർ പാസ്സാക്കണം. കേന്ദ്രമന്ത്രി ആരാമാൻ അവൻ്റെ ഹോമിൽ വരെ പോയി സാലറി പാക്കേജ് കാണിച്ചു കൊടുത്തവനല്ലേ. അയാൾ പറയും ഓക്കെ മോനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതും ചെയ്യാമെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് തരുമ്പോൾ ആർക്കായാലും സന്തോഷത്തിൽ ഭ്രാന്താവും. അപ്പോൾ അണ്ണൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ആ മന്ത്രിക്ക് ഒരു മൈൻഡ് വോയിസ് ഉണ്ടാവുമല്ലോ. എനിക്ക് മൈലി വിലയിലൂടെ നീ തരുന്നത്, മൈലി വില.